Hello students. So after resultant, our next topic is moment. So moment എന്താണെന്ന് അറിയാനായിട്ട് let us consider a link or a beam or a shaft എന്തെങ്കിലും ഒരു സാധനം which is fixed at one end. അതായത് ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇപ്പം ഇത് one end മാത്രം ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലിങ്ക് ആണ്. ഇതിൽ നമ്മൾ ഒരു ഫോഴ്സ് ഇതിൻ്റെ എൻഡ് പോയിന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ബെൻഡിങ് മൊമെൻ്റ് അല്ലെങ്കിൽ ബെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇത് ബെൻഡ് ചെയ്യുന്ന കാരണം ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദിസ് റിയാക്ഷൻ അറ്റ് ദിസ് ഫിക്സഡ് പോയിന്റ് ഈസ് കോൾഡ് മൊമെൻറ്റ്. അപ്പോൾ ഈ ഒരു ഫിക്സഡ് പോയിന്റിൽ ഇവിടെ ഒരു ഫോഴ്സ് എഫ് കാരണം ആക്ട് ചെയ്യുന്ന ഒരു മൊമെൻറ്റ്, അതിൻ്റെ ഫോർമുല അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വന്ന ഒരു ഫോർമുലയാണ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതായത് ഫ്രം ദി ഫിക്സഡ് പോയിന്റ്, നമുക്ക് ഏത് പോയിന്റിൽ നിന്നാണോ മൊമെൻറ്റ് എടുക്കേണ്ടത്, ഫ്രം ദാറ്റ് ഫിക്സഡ് പോയിന്റ് ഈ പറയുന്ന ഫോഴ്സ് എഫ് എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, ഇതിനെയാണ് നമുക്ക് കിട്ടേണ്ട മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഫോഴ്സ് കാരണം ഇതിനെ രണ്ട് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം. അതായത് ക്ലോക്ക് വൈസ് ആവാം, ഇല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആവാം. ഇപ്പം ഇവിടുന്ന് മേളിലോട്ടായിരുന്ന ഒരു ഫോഴ്സ് എങ്കിൽ ഇറ്റ് വിൽ കോസ് എ കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഇപ്പോൾ ഇത് ഇങ്ങനെ ആയത് കാരണം ദിസ് ഈസ് ക്രിയേറ്റിംഗ് എ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. സോ ദാറ്റ് വി ഹാവ് ടു മൊമെൻറ്റ്സ്. ദാറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൊമെൻറ്റ് ഉണ്ടാവാം, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും മൊമെൻറ്റ് ഉണ്ടാവാം. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഈസ് യൂഷ്വലി ടേക്കൺ പോസിറ്റീവ് and counter clockwise moment or anti clockwise moments are taken negative. അപ്പം നമുക്ക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലായെന്ന് തോന്നുന്നു. ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് മൊമെൻറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മൊമെൻറ്റിൻ്റെ ഡെഫിനിഷൻ കണ്ടു. ഇനി അതിൻ്റെ കുറച്ച് കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാനായിട്ട് നമുക്കൊരു പ്രോബ്ലം അറ്റംപ്റ്റ് ചെയ്യാം. സീ ദിസ് പ്രോബ്ലം, ഡിറ്റർമിൻ ദി റിസൾട്ടൻറ്റ് ഓഫ് ദി ഗിവൺ സിസ്റ്റം. ഈ സിസ്റ്റം നമുക്ക് നോക്കുമ്പോൾ ദ വേർഡ് ഈസ് സ്റ്റിൽ ഈസ് റിസൾട്ടൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത റിസൾട്ടൻറ്റും ഇവിടെ ഇപ്പോൾ മൊമെൻറ്റിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന ഈ റിസൾട്ടൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതായത് നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായിരുന്നു, ഐദർ എല്ലാ ഫോഴ്സസും ആ പോയിന്റിൽ നിന്ന് വരും, ഇല്ലെങ്കിൽ ആ പോയിന്റിലോട്ട് വരുന്ന ഫോഴ്സസ് കാണും. അപ്പോൾ ഇങ്ങനെ മിക്സ്ഡ് ആവാം. അങ്ങനെയൊക്കെ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ആ ക്വസ്റ്റ്യൻസ് ഒക്കെ. ആ പോയിന്റിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഇല്ല, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിൻ്റെ എൻഡിലല്ല ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്, അങ്ങനെയായിരുന്നു. സി, ഇപ്പോൾ ഇതായിരുന്നു നമ്മൾ പറഞ്ഞ ഫിക്സഡ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൽ തന്നെ നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും ഈ ഒരു ഷാഫ്റ്റിനോ ലിങ്കിനോ അവിടെയൊന്നും ബെൻഡിങ്ങോ അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റോ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ ഫിക്സഡ് പോയിന്റിന് എത്രയെങ്കിലും ഡിസ്റ്റൻസ് നീക്കിയിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു ബെൻഡിങ് ഈ ഒരു ലിങ്കിന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ക്ലിയർ ആയിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും? ഒരു ഫിക്സഡ് പോയിന്റിൽ തന്നെയാണ് നമ്മൾ ഫോഴ്സസ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് എ മൊമെൻറ്റ്. ഒള്ളി ഒരു പോയിന്റിൽ നിന്ന്, ഇപ്പോൾ സി ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്, അവിടെ നിന്ന് എൻഡാണ് ഈ ഒരു സെൻറ്റർ പോയിന്റ്, എന്നിട്ടിങ്ങനെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടെ അത് കാരണം ഒരു മൊമെൻ്റ് ഉണ്ടാക്കിയേനെ. അപ്പം ഈ വരച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് വരുന്ന ഇതിനെല്ലാം നമുക്ക് കൺകറൻറ്റ് ഫോഴ്സ് എന്നും, അതിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ്, അതായത് ഒരു സിംഗിൾ പോയിന്റിലല്ല ഫോഴ്സസ് ആക്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനെ നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം എന്നും പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് മൊമെൻറ്റ് വരുന്ന എല്ലാ കേസിലും നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റമാണ്. അതായത് അവിടെ ഡിസ്റ്റൻസ് സ്പെസിഫൈഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റൻസ് അതിനകത്ത് വരുന്നത് കാരണം നമ്മൾ മൊമെൻ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വേണം പ്രോബ്ലം സോൾവ് ചെയ്യാനും, എന്നിട്ട് അതിൻ്റെ റിസൾട്ടൻറ്റ് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാനും. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സോ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കുക. സൊല്യൂഷനിൽ ഇപ്പം ഈ പറയുന്ന എല്ലാ ഫോഴ്സസും വെർട്ടിക്കലാണ്. അപ്പോൾ സം ഓഫ് ഫോഴ്സസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എത്രയായിരിക്കും? 0. എന്തുകൊണ്ട്? ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സസും ഇല്ല. നൗ വാട്ട് അബൌട്ട് വെർട്ടിക്കൽ ഫോഴ്സസ്? സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 10 kN ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ -10, 20 in the upward direction, plus 20 kN in the downward direction and -10 in the downward direction, so that our net resultant sum of force in the vertical direction will be equal to -20 kN. So what about the resultant? Square root of sigma fh square plus sigma fe square, which will give resultant is equal to 20 kN. And what about tan theta?
opposite side by adjacent, minus 20 divided by 0, which will be infinity, which indicates that angle theta is equal to 90 degree. ഇനി നമുക്ക് സിഗ്മ എഫ് എച്ച് 0 ആണ്, എഫ് ഇ നെഗറ്റീവ് ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഏത് ക്വാഡ്രൻറ്റിലാണ് നമുക്ക് ഈ സിസ്റ്റം ഇരിക്കുന്നത്? ഇറ്റ് ക്യാൻ ബി ഇൻ ദി തേർഡ് ക്വാഡ്രൻറ്റ് ഓർ ഇൻ ദി ഫോർത്ത് ക്വാഡ്രൻറ്റ്. അങ്ങനെ ആണെങ്കിൽ തീറ്റ എഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോർത്ത് ക്വാഡ്രൻറ്റ് ആണെങ്കിൽ തീറ്റ റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ ടു 360 മൈനസ് 90 ഡിഗ്രി. ദാറ്റ് വിൽ ഗീവ് 270 ഡിഗ്രി. നെക്സ്റ്റ് നമുക്ക് ഇവിടുത്തെ മൊമെൻറ്റ്, നെറ്റ് മൊമെൻറ്റ് ഇവിടെ എത്രയാണ് കിട്ടുന്നത് നോക്കാം. നെറ്റ് മൊമെൻറ്റ് അബൌട്ട് എ ഈസ് ഗിവൺ ബൈ, ഇവിടെ നമുക്കിപ്പം 4 ഫോഴ്സസ് ആണ് ഉള്ളത്. 10 കിലോ ന്യൂട്ടൺ, 20 കിലോ ന്യൂട്ടൺ, 20 ആൻഡ് 10. നമ്മളിവിടെ മൊമെൻറ്റ് എടുക്കാൻ പോകുന്നത് നമുക്ക് ഏത് പോയിന്റ് വെച്ച് വേണമെങ്കിലും മൊമെൻറ്റ് സ്പെസിഫൈ ചെയ്യാം. നമ്മളിവിടെ മൊമെൻറ്റ് എടുക്കുന്നത് അബൌട്ട് പോയിന്റ് എ ആണ്. മൊമെൻറ്റ് അബൌട്ട് എ പോയിന്റ് എടുക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എ ഈസ് ദി ഫിക്സഡ് പോയിന്റ്. അപ്പം എയിൽ ഫിക്സഡ് പോയിന്റ് ആക്കി വച്ച് കഴിഞ്ഞാൽ എയിൽ എത്ര ഫോഴ്സ് കൊടുത്താലും അവിടെ എന്തുണ്ടാവില്ല? മൊമെൻറ്റ് ഉണ്ടാകുന്നില്ല. റീസൺ ഈസ് ഇറ്റ് ഈസ് എ ഫിക്സഡ് പോയിന്റ്. സോ എയിന്ന് എയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 0. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് 10 into 0. Now about 20 kilonewton, again this is a fixed point. 20 ഇത്രയും ഡിസ്റ്റൻസ് മാറി ആക്ട് ചെയ്യുന്നത് കാരണം അവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം മനസ്സിലായി, 10 കാരണം മൊമെൻ്റ് ഇല്ല, ബിക്കോസ് ദിസ് ഈസ് അവർ ഫിക്സഡ് പോയിന്റ്. ആൻഡ് 4 മീറ്റർ മാറി ഒരു 20 കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുമ്പോൾ അപ്വേർഡ് ഡയറക്ഷനിൽ ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാകുന്നുണ്ട്, വിച്ച് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ 20 into 4. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയത് കാരണം -20 into 4. നൗ ഇവിടുത്തെ 20 കിലോ ന്യൂട്ടൺ എന്താണ്? ഫ്രം ദിസ് ഫിക്സഡ് പോയിന്റ് ഇത് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നു ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ദി വാല്യൂ ഓഫ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു +20 into എവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വേണം നമ്മൾ എടുക്കേണ്ടത്? ഫ്രം ദി ഫിക്സഡ് പോയിന്റ്. ദാറ്റ് മീൻസ് 20 into 6 + 4, that is 10. And last is 10 kilonewton, which is also in the clockwise direction, and adinte fixed point innulla distance ethrayanu? 17 meters. So 10 into 17 calculate cheyumbol we will get it as 290 kilonewton meter. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ ഈ 4 ഫോഴ്സും കൂടെ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നെറ്റ് മൊമെൻറ്റ് 290 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ഈ 4 ഫോഴ്സിനെയും കൂടെ റീപ്ലേസ് ചെയ്ത് നമുക്കൊരു സിംഗിൾ 20 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് അവർ ക്വസ്റ്റ്യൻ ഈസ്, നമ്മൾ ഈ വരയ്ക്കുന്ന റിസൾട്ടൻ്റ് എത്ര മൊമെൻറ്റും ഉണ്ടാക്കണം? 290 കിലോ ന്യൂട്ടൺ മൊമെൻറ്റ് ഉണ്ടാക്കാനായിട്ട് ഇതേത് ഡിസ്റ്റൻസിൽ നമ്മളൊരു പോയിന്റിൽ നിന്ന് ഫിക്സ് ചെയ്ത പോയിന്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ വയ്ക്കണം? ഇതിൻ്റെ ഒരു ആൻസറും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് R = 20 കിലോ ന്യൂട്ടൺ ആണ് നമുക്കറിയാം. ഇതിനെ ഒരു പോയിന്റ് എയിന്ന് എത്ര പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ് നീക്കി വയ്ക്കണം? സോ ദാറ്റ് ഈ റിസൾട്ടൻ്റ് കാരണം ഉണ്ടാവേണ്ട മൊമെൻറ്റ് എത്ര തന്നെയാണ്? 290 കിലോ ന്യൂട്ടൺ മീറ്റർ. സോ ദാറ്റ് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. R × X മസ്റ്റ് ഓൾസോ ബി ഈസ് ഈക്വൽ ടു നെറ്റ് മൊമെൻറ്റ്, ദാറ്റ് ഈസ് 290 കിലോ ന്യൂട്ടൺ മീറ്റർ. സോ അതിൽ നമുക്ക് എക്സ് ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? X = 290 divided by 20, that is equal to 14.5 meters. അതായത് 14.5 മീറ്ററിൽ ഒരു 20 കിലോ ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്കുണ്ടാകുന്ന മൊമെൻറ്റ് എന്ത് തന്നെയായിരിക്കും? 290 കിലോ ന്യൂട്ടൺ മീറ്റർ. സോ നമുക്ക് പറയാം, ഈ എൻറ്റയർ സിസ്റ്റം മാറ്റി നമ്മളൊരു 20 കിലോ ന്യൂട്ടൺ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 14.5 മീറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഫോഴ്സും കൂടെ ഉണ്ടാകുന്ന സെയിം എഫക്റ്റ് തന്നെയായിരിക്കും ഈ ഒരു സിസ്റ്റത്തിനും തരാൻ പറ്റുന്നത്. സോ ദിസ് ഈസ് ദി റിസൾട്ടൻ്റ് ഓഫ് ദി ഗിവൺ സിസ്റ്റം.
യാ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദി നെറ്റ് മൊമെൻറ്റ്. അപ്പം ഈ ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ റിസൾട്ടൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് പോയിന്റ് എയിൽ ഒരു 4 ഫോഴ്സസ് കാണിച്ചിട്ടുണ്ട്. ബട്ട് ദ ഡിഫറൻസ് ഈസ് ഇവിടെ OA എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് 5 മീറ്റർ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ 5 മീറ്ററിൻ്റെ എൻഡ് പോയിൻ്റ് ആയിട്ടുള്ള എയിലാണ് ഈ പറയുന്ന 4 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉള്ളത് കാരണം ഒരു മൊമെൻ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഹൗ ടു ഫൈൻഡ് ദി മൊമെൻറ്റ് ഓഫ് ദി ഗിവൻ സിസ്റ്റം? സി, വി നീഡ് ടു ഫൈൻഡ് ദി 𝐴 സം ഓഫ് ഫോഴ്സസ് ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അതായത് 30യുടെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ത് കിട്ടും? 30 cos 30 ഡിഗ്രി. 40യുടേത് -40 cos 45. റിസോൾവ് ചെയ്ത് നമ്മൾ എടുക്കുന്നതാണ്. 60യുടേത് എന്തായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും. സോ +60 cos 10 ഡിഗ്രി മൈനസ് 50യുടേത് 50 cos 60 ഡിഗ്രി. ഈ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 31.78 ന്യൂട്ടൺ. നൗ വി ക്യാൻ കാൽക്കുലേറ്റ് സം ഓഫ് ഫോഴ്സ് ഇൻ ദി വൈ ഡയറക്ഷൻ. അതായത് ഇതിൻ്റെ എല്ലാം റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൈൻ കമ്പോണൻസ്. അതായത് എന്താണ്? 30 sin 30 ഡിഗ്രി പ്ലസ് 40 sin 45 ഡിഗ്രി മൈനസ് 60 sin 10 ഡിഗ്രി മൈനസ് 50 sin 50 ഡിഗ്രി. ഇതിൻ്റെ ആൻസർ സോൾവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് ആസ് -10.44 ന്യൂട്ടൺ. നൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദി റിസൾട്ടൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഈ സമ്മിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ വരും? 𝐴 പോസിറ്റീവ് ആയത് കാരണം ഇറ്റ് ഈസ് ഇൻ ദി റൈറ്റ് സൈഡ് ഡയറക്ഷൻ. വാല്യൂ ഇസ് 31.78 ന്യൂട്ടൺ. ആൻഡ് 𝐴 being negative, we can represent it in the negative y direction, that is 10.44 in the negative axis. ഇവിടെ നമ്മൾ സൈൻ കൊടുക്കണമെന്നില്ല. ആൻഡ് ഇതിൻ്റെ റിസൾട്ടൻ്റ് ഏത് ക്വാഡ്രൻറ്റിലാണ്? 4th quadrant. So the resultant value will be equal to square root of 𝐴𝐹𝑥 square plus 𝐴𝐹𝑦 square, which is equal to square root of 31.78 square plus 10.44 square. സോൾവ് ചെയ്യുമ്പോൾ നമുക്കിത് 33.45 ന്യൂട്ടൺ എന്ന് കിട്ടും. എഗെയിൻ ഇതിൻ്റെ നമുക്ക് എന്തും കൂടെ ആവശ്യമാണ്? വി നീഡ് ദി ആംഗിൾ തീറ്റ. ഹൗ ടു ഫൈൻഡ് തീറ്റ? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് 𝐴𝐹𝑦 by 𝐴𝐹𝑥, ദാറ്റ് ഈസ് 10.44 divided by 31.78, which will give 18.19 degrees. Now ആസ് ഗിവൺ OA എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ OA ഡിസ്റ്റൻസ് കാണിച്ചിട്ട് ദാറ്റ് ഈസ് 5 മീറ്റർ. അതിൻ്റെ എൻഡ് പോയിന്റിൽ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ദീസ് 4 ഫോഴ്സസ് വി ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് എ സിംഗിൾ റിസൾട്ടൻറ്റ്, ദാറ്റ് ഈസ് R അറ്റ് ആംഗിൾ 18.19. R വാല്യൂ ഈസ് 33.45. അപ്പോൾ നമുക്കിനി അറിയാവുന്നത് OAയിലുള്ള ഡിസ്റ്റൻസ് 5 മീറ്റർ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ 33.45നെ ഇവിടെ റിസോൾവ് ചെയ്ത് 2 കമ്പോണൻസ് ആക്കാം. ദാറ്റ് ഈസ് 33.45 sin 18.19 ആൻഡ് 33.45 cos 18.19. ഇതിൽ സി 33.45 കോസ് കമ്പോണൻറ്റ് കാരണം നമുക്കൊരു മൊമെൻ്റ് ഉണ്ടാവില്ല. കാരണം അത് ഈ ലൈനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. സോ അതിങ്ങനെ വെളിയിലോട്ട് ആക്ട് ചെയ്താലും ഇറ്റ് ക്യാൻ കോസ് ഓൺലി ടെൻഷൻ ഇൻ ദിസ് ലിങ്ക്. അതിനൊരിക്കലും ഒരു മൊമെൻ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് 33.45 സൈൻ കമ്പോണൻറ്റ് എന്തുണ്ടാക്കുന്നുണ്ട്? അവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ ദാറ്റ് ദിസ് ദ മൊമെൻ്റ് അബൌട്ട് MO is equal to force into perpendicular distance. 33.45 sin 18.19 into its perpendicular distance is 5 meter. So calculate we will get it as 52.21 Newton meter. This is our final answer. See our third problem. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 3 ഫോഴ്സസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു 1 മീറ്റർ ഡിസ്റ്റൻസ് ഇരിക്കുന്ന ഒരു സ്ലാബാണ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ ഓരോ ഫോഴ്സും റിസോൾവ് ചെയ്യാം. സോ ഇത് 1 മീറ്ററും ഇതും 1 മീറ്റർ ആയത് കാരണം ഇതിൻ്റെ ഓരോ ആംഗിൾസും 45 ഡിഗ്രി ആയിരിക്കും. So this 5 kilonewton can be resolved into 2 components, that is 5 cos 45 and 5 sin 45.
Again, this 10 can be resolved into 10 sin 45 and 10 cos 45. This can be resolved as 5 cos 45 and 5 sin 45. We need to calculate the moment. എന്തായിരിക്കും ഈ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് മൊമെൻ്റ് അബൌട്ട് പോയിൻ്റ് എ എടുക്കാം. മൊമെൻ്റ് അബൌട്ട് പോയിൻ്റ് എ എടുക്കുമ്പോൾ ഫസ്റ്റ് നമുക്കിപ്പം ഈ 10 sin 45 എടുക്കാം. പോയിൻ്റ് എ ഈസ് ഫിക്സ്ഡ്. നമ്മൾ പോയിൻ്റ് എ മൊമെൻ്റ് അബൌട്ട് എ എടുക്കുക എന്ന് പറയുമ്പോൾ എ ഈസ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ എ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ എത്ര ലോഡ് കൊടുത്താലും അത് മൊമെൻ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. സോ ദാറ്റ് 10 sin 45 കാരണം മൊമെൻ്റ് ഇല്ല. ബിക്കോസ് അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 0. 10 sin 45 ഇൻറ്റു 0. അപ്പോൾ അത് കഴിഞ്ഞു. നൗ വി ക്യാൻ ടേക്ക് 10 cos 45. ഇത് 10 cos 45 എയിൽ നിന്ന് എത്ര പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്? ഇതിൻ്റെ ഫോഴ്സ് കമ്പോണൻറ്റ് ഈ ഡയറക്ഷൻ ആയത് കാരണം ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്ററും 1 മീറ്റർ. സോ നെറ്റ് ഹൈറ്റ് ഈസ് 2 മീറ്റർ. സോ അതെങ്ങനെയാണ് കറക്കുന്നത്? ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ പ്ലസ് 10 cos 45 ഇൻറ്റു 2. അപ്പോൾ ഈ രണ്ട് ഫോഴ്സസ് നമ്മൾ എടുത്തു. നൗ വാട്ട് അബൌട്ട് 5 sin 45? അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 1. സോ മൈനസ്, ബിക്കോസ് ഇതെങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ദാറ്റ് മൈനസ് 5 sin 45 ഇൻറ്റു 1. നോ വാട്ട് അബൌട്ട് 5 cos 45? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതേ ലൈൻ ഓഫ് ആക്ഷനിലാണ്, എയുടെ തന്നെയാണ്. അതൊരു പുള്ളാണ് കൊടുക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ കോസ് ഓൺലി ടെൻഷൻ. അവിടെ ഒരു മൊമെൻറ്റ് 5 cos 45 ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സോ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ദെൻ അഗെയിൻ ഉള്ളത് ഏതൊക്കെയാണ്? ഈ 5 cos 45. ദാറ്റ് ഈസ് ഇതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്ന? പോയിന്റ് എയിൽ നിന്ന് ക്ലോക്ക് വൈസ് ആണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ നെറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്റർ. സോ പ്ലസ് 5 cos 45 ഇൻറ്റു 2. ആൻഡ് വാട്ട് അബൌട്ട് 5 sin 45? അതും എഗെയിൻ ഇപ്പം ഇതാണ് ഇതിൻ്റെ പോയിന്റ് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഈ ഒറിജിനിൽ കൊണ്ടുവച്ച് നോക്കാം. സോ ദാറ്റ് ഈ 5 sin 45യുടെയും ക്ലോക്ക് വൈസ് തന്നെയാണ് കറക്കുന്നത്. അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും എത്ര തന്നെയാണ്? 2. ഇതിൻ്റെ 5 sin 45 ഇൻറ്റു 2. സോ 5 sin 45 ഇൻറ്റു 2 ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 24.75 kN മീറ്റർ. അപ്പോൾ ഈ ക്വസ്റ്റനിൽ നമുക്ക് മൊമെൻ്റ് അബൌട്ട് പോയിന്റ് ഒ ആണ് വേണ്ട, MO. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇവിടെ ഇപ്പോൾ ഒരു റെഗുലർ ഹെക്സഗൺ ആണ് തന്നിരിക്കുന്നത്. അതിൽ ഓരോ സൈഡിലും ഓരോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. 10, 12, 15, 12, 16, 10. ഇതിൻ്റെ ഒരു സൈഡ് ഈസ് ഗിവൺ ആസ് 2 മീറ്റർ. എവറി സൈഡ് ഈസ് 2 മീറ്റർ. എല്ലാ സൈഡും 2 മീറ്റർ ആണ്. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ബിക്കോസ് ഇതൊരു റെഗുലർ ഹെക്സാഗൺ ആയത് കാരണം ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും, വിച്ച് ഈസ് ഹാവിങ് സൈഡ്സ് 2 മീറ്റർ 2 മീറ്റർ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ രണ്ട് എൻഡിലും ആംഗിൾസ് എത്രയായിരിക്കും? 3 ആംഗിൾസും 60, 60, 60 ആയിരിക്കും. സോ ദാറ്റ് നമുക്കിതിൻ്റെ ഈ 10 kN പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആവശ്യമായത് കാരണം OB എന്നൊരു ലൈൻ നമുക്ക് വരയ്ക്കാം. Now what is OB? Sin 60 എടുക്കുക. Sin 60 ഈസ് ഈക്വൽ ടു, ഇതൊരു പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആണ്. അപ്പോൾ 2 മീറ്റർ ആണ് നമുക്ക് ഇവിടെ ഉള്ള ഹൈപ്പോട്ന്യൂസ്. സോ sin 60യുടെ ഓപ്പോസിറ്റ് ഏതാണ്? OB/2 ഓർ OB ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2 sin 60. ക്ലിയർ? ഓക്കെ. സോ മൊമെൻ്റ് അബൌട്ട് O എന്ന് പറയുമ്പോൾ 10 kN പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇപ്പോൾ നമുക്ക് എത്രയാണെന്ന് അറിയാം? 2 sin 60. സോ ഇതെങ്ങനെയാണ് ഈ പോയിന്റ് വെച്ച് കറക്കുന്നത്? 10, ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ -10 ഇൻറ്റു 2 sin 60. ആൻഡ് 12 എങ്ങനെയാണ് വരുന്നത്? സെയിം രീതിയിൽ നമുക്ക് 12നെയും ഒരു ഡിവൈഡ് ചെയ്യാം. പെർപെൻഡിക്കുലർ, അതിൻ്റെ പെർപെൻഡിക്കുലർ വരച്ച് ഡിവൈഡ് ചെയ്യാം. സോ OC ഡിസ്റ്റൻസ് വിൽ ഓൾസോ ബി ഈക്വൽ ടു 2 sin 60. അപ്പോൾ അതും ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുന്ന കാരണം -12 ഇൻറ്റു 2 sin 60. സെയിം വേ 15 ചെയ്യാം. ദാറ്റ് ഈസ് -15 ഇൻറ്റു 2 sin 60. സെയിം വേ നമുക്ക് 12 kN എടുക്കാം. ദാറ്റ് ഈസ് -12 ഇൻറ്റു 2 sin 60. ആൻഡ് ഇവിടെ നമുക്ക് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ അതിൻ്റെ രണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് -16 ഇൻറ്റു 2 sin 60 ആൻഡ് -10 ഇൻറ്റു 2 sin 60. ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് 2 sin 60 കോമൺ എടുക്കാം. സോ ദാറ്റ് -2 sin 60 ഇൻറ്റു എന്ത് കിട്ടും? 10 + 12 + 15 +
12 plus 16 plus 10. So the answer will be 129.90 negative kilonewton meter, which indicates that the net moment is 129.9 kilonewton meter in the counterclockwise direction. ഇങ്ങനെ എഴുതാം, അതായത് നെഗറ്റീവ് മാറ്റി നമുക്കതിനെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എഴുതാം. അപ്പോൾ നമ്മളെപ്പോഴും മൊമെൻറ്റിൻ്റെ ആൻസേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. ലാസ്റ്റ് നമ്മൾ ഇഫ് പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ വി മസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ് ക്ലോക്ക് വൈസ്, ആൻഡ് ഇഫ് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മളതിനെ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യണം.